നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പ്രിലിമിനറി എക്സാമിന് ജനറൽ നോളജ് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 4 ആണ്. പാർട്ട് 1ഉം 2ഉം 3ഉം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ഈ പാർട്ട് 4ലെ ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2014 ജനുവരി 24 അമൂൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യത്തെ മിൽക്ക് ATM ആരംഭിച്ചത്? മിൽക്ക് ATM എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊരു പടം കൊടുത്തിരിക്കുന്നത്. ഇതാണ് മിൽക്ക് ATM. നമ്മൾ ഇതിനകത്ത് കാശ് പേ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് പാല് കിട്ടും. ഏകദേശം 150ഓളം കവർ പാല് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ATMനുണ്ട്. ഈ ATM അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം, ദേശീയ നിയമദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 26. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ അതായത് എയർക്രാഫ്റ്റ് കാരിയർ ഏതാണെന്നാണ് ചോദ്യം. INS വിക്രാന്ത്. അടുത്ത നാലാമത്തെ ചോദ്യം, നിർമ്മൽ ഗ്രാം അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയ പാതകളുടെ എണ്ണം? 11. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത് ഏതാണ്? വെള്ളനാട് പഞ്ചായത്ത്. അടുത്ത ചോദ്യം, കുള്ളന്മാരെ വികലാംഗന്മാരായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, പാലക്കാട് സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ നിയമം പാസാക്കിയ വർഷം? 2013. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം ഏതാണ്? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം? വേമ്പനാട്ട് കായൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേക്കാണ് ഈ വേമ്പനാട്ട് കായൽ. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 96.5 കിലോമീറ്റർ. അടുത്ത ചോദ്യം, 2021 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന തരം മണ്ണ്? ബ്ലാക്ക് സോയിൽ, അതായത് കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണെന്നാണ്? ജെഫ്രി ചോസർ. അടുത്ത ചോദ്യം, പൊതുഗതാഗതത്തിനായി കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ സോളാർ ബോട്ട്? അതിൻ്റെ പേരെന്തുവാന്നാണ് ചോദ്യം. ബോട്ടിൻ്റെ പേരാണ് ആദിത്യ. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോളാർ പവേർഡ് ബോട്ടാണ്. അടുത്ത ചോദ്യം, UNO അന്താരാഷ്ട്ര അക്രമരഹിത ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ 2. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് ചോദ്യം. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് ഷൊർണൂർ ജംഗ്ഷൻ. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 5. അടുത്ത 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണെന്നാണ് ചോദ്യം. ഓമന കുഞ്ഞമ്മ. അടുത്ത ചോദ്യം, ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അതായത് റിട്ടയർമെൻറ്റിൻ്റെ ഏജ്, ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് 62 വയസ്സ്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെയാണ് 65 വയസ്സ്. അടുത്ത ചോദ്യം,
കേരള സർക്കാർ കുടുംബശ്രീ ഔദ്യോഗികമായി ആരംഭിച്ച ഏത് വർഷമാണ്? 1998. അടുത്ത ചോദ്യം, LICയുടെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ? ഉഷ സാങ്വാൻ. അടുത്ത ചോദ്യം, ചാലിയാർ നദിയുടെ നീളം? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാലിയാർ നദിയുടെ നീളം എന്ന് പറയുന്നത് 105 മൈലാണ്, അതായത് 169 കിലോമീറ്റർ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, ഗംഗ ഓഫ് ദ സൗത്ത് എന്നറിയപ്പെടുന്ന നദി? കാവേരി. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഭാരത് രത്ന പുരസ്കാരം ആരംഭിച്ച വർഷം? ജനുവരി 2, 1954. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ആരംഭിച്ചത്? ബാംഗ്ലൂരിൽ. അടുത്ത ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം? 2005. 29ാമത്തെ ചോദ്യം, സൈലന്റ് വാലി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? 1984. 30ാമത്തെ ചോദ്യം, നിള എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. അതുപോലെ തന്നെ ഈ ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 4. അപ്പോൾ പാർട്ട് 1, 2, 3 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.